പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ പ്രതിഫലനം ഗൾഫ് മേഖലയിലും ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് മിസ്റ്റർ കൃഷ്ണൻ. സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താണ്? നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ മാഞ്ചസ്റ്റർ പേയ്മെന്റ് 6 മാസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. സാമ്പത്തിക മാന്ദ്യമെന്ന് അവർ പറയുന്നത്. 2 മില്യന്റെ ആ പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ലല്ലോ മിസ്റ്റർ കൃഷ്ണൻ. സാർ, നമ്മുടെ ബാങ്ക് വരെ ഒന്ന് പോയാലോ? യു ആർ റൈറ്റ്. ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയി നോക്കാം. മിസ്റ്റർ ജോൺ മാത്യു, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. ഒരിക്കൽ ബാങ്കിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഞാൻ ഓഫർ ചെയ്തിരുന്നതാണ്. ഇന്ന് ബാങ്കിങ് രംഗം ആകെ താറുമാറായിരിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള ഫൈനാൻസിങ്ങും ബാങ്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇറ്റ്സ് ഓക്കേ സർ. ഐ ആം സോ സോറി. ഗുഡ് മോർണിംഗ് ട്രൈസ്റ്റ് എന്റർപ്രൈസസ്. ജസ്റ്റ് 1 second. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, മോർണിംഗ്. ഈസ് ഇറ്റ് മിസ്റ്റർ ഹാരിസ്? ഹാരിസ് സ്പീക്കിംഗ്. മിസ്റ്റർ ഹാരിസ്, ഇത് ജോൺ മാത്യു ആണ്, ട്രൈ സ്റ്റാർ എന്റർപ്രൈസസ്. നിങ്ങൾ 2-3 തവണ എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. യെസ് യെസ്, ഐ റിമെമ്പർ. എന്താ ഇപ്പോൾ പ്രത്യേകിച്ച്? അന്ന് പറഞ്ഞിരുന്ന ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം എന്തായി? സാർ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത്? മിക്ക ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ് പരിപാടി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാലും എനിക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചുകൂടെ? എന്നിട്ട് വേണം എന്റെ ജോലി തെറിപ്പിക്കാൻ, അല്ലേ? ദെൻ ഓക്കെ. സർ, അബ്ദുള്ള സാർ വിളിച്ചിരുന്നു. സാർ ബിസി ആയതുകൊണ്ട് ലൈൻ തരാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ. വന്ന് തന്നെ ഫോണിലും കിട്ടാതായി. കേരള സമായി സഹായം വധിച്ചെന്തായി? അവർക്കൊക്കെ വാരി കൊടുത്തല്ലേ നമ്മൾ? ഇപ്പോഴത്തെ പ്രതിസന്ധി ഒരു ആഗോള പ്രതിഭാസമാണത്രേ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഒരാളെ മാത്രമായി അവർക്ക് സഹായിക്കാനാവില്ലെന്ന്. ചുരുക്കി പറഞ്ഞാൽ സ്വാഹ. ഞാനിപ്പോ വന്നത് എന്റെ ഒരു കാര്യം പറയാനാ. ഈ മാർച്ച് 1 എന്നെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിവാക്കണം. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ? പെട്ടെന്നല്ലേ ആഗോള മാന്ദ്യവും അന്തർദേശീയ മണ്ണാങ്കാട്ടിയും തലയിൽ വന്ന് വീണത്. പിന്നെ ഞാൻ പാർട്ട്ണർഷിപ്പ് കൂടുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ എപ്പോൾ വേണമെങ്കിലും പാർട്ട്ണർഷിപ്പ് ഇരിമെന്ന്. എനിക്കെപ്പോഴും അതിന് പറ്റിയ സമയമാണ്. മനസ്സിലായില്ലേ? ഇച്ചായ, എന്തിരിപ്പാ ഇത്? ഒന്നെണീറ്റേ. ഫ്ലൈറ്റിന് 2.5 മണിക്കൂറേ ഉള്ളൂ. എന്തു വന്നാലും ആത്മധൈര്യം കൈവിടരുത്. മമ്മ, എന്താ മോളെ? ഞാൻ പോയി ജോവിറ്റയോട് ബൈ പറഞ്ഞിട്ട് വരട്ടെ. പെട്ടെന്ന് വരണം കേട്ടോ. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെന്തേ നമുക്ക് ഈ ഗതി വന്നു? ഒക്കെ ശരിയാവും ഇച്ചായ. മനസ്സിരുത്തി കർത്താവിനെ വിളിച്ച ഫലം ഉറപ്പ്. സ്പോൺസറിനെ വിളിച്ചിട്ട് എന്തു പറഞ്ഞു? അദ്ദേഹം വരാതെ എയർപോർട്ടിലേക്ക് പോകരുതെന്ന്. ഉടനെ എത്തുമത്രേ. സ്പോൺസർ വന്നെന്ന് തോന്നുന്നു. Assalamu alaikum. Walaikum salam, sir. John, you are ready to go? For 1 month, I have to sell my properties. John, don't go. All these problems are temporary. But, sir... There is no but. In our good old days, you had earned me millions. If you have a problem, it's for me also. Tell me, how much you need now? 1 million? 2 million? 3 million? 2 million, sir. Then I can solve all my present problem. You can draw 2 million with this check. When you get the Manchester payment, you return me this amount. Okay? Yes, sir. I will. Oh, great, sir. It's okay, John. You people have made this country. We all recover you always here. So, John, you are not going. Yes, sir. We are not going. Alice, പെട്ടിയെല്ലാകത്തേക്ക് വെച്ച്. മല പോലെ വന്ന പ്രശ്നങ്ങൾ എത്ര പെട്ടെന്നാണ് മഞ്ഞു പോലെ ഉരുകിപ്പോയത്. What is she saying? She says that when broad-hearted people like you are here, even international problems are nothing.